ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോ ഫ്രണ്ട്സായിട്ട് ഒരു ഔട്ടിങ് പോയതിൻ്റെ വീഡിയോ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാണാത്തവരെല്ലാവരും കാണാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ഞങ്ങൾക്ക് കുറച്ച് സാധനം വാങ്ങിക്കാനുള്ളതുകൊണ്ട് ഞാൻ ഗ്രീൻസിൽ കയറിയിരുന്നു. അത് നമ്മൾ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത്. അപ്പം ഞാൻ എന്തായാലും സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോ ഫസ്റ്റ് തന്നെ ഞാൻ ബോഡി ലോഷനാണ് നോക്കുന്നുണ്ടായത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ജോവീസിൻ്റെയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് യൂസ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു ജോവീസിൻ്റെത്. അപ്പോൾ അത് വലിയ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമായിട്ടുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ വലിയൊരു പാക്ക് കണ്ടുകൊണ്ട് അത് നോക്കിയെന്നുള്ളൂ. അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ SPF ഉള്ളതുകൊണ്ട് വാങ്ങിച്ചതാണ്. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമാകാത്തതുകൊണ്ട് പിന്നെ ഇപ്രാവശ്യം എന്തായാലും വാങ്ങിക്കുന്നില്ല എന്നുള്ളതിൽ നിൽക്കുകയാണിത്. പിന്നെ ഇങ്ങനെ ജസ്റ്റ് അവിടെ ഉള്ള ബോഡി ലോഷനും കാര്യങ്ങളിൽ ഞാൻ ഇങ്ങനെ നോക്കുക. അപ്പോൾ അവിടെ യാഡ്ലിൻ്റെയും ബോഡി ലോഷൻ, പിന്നെ ബോഡി വാഷ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ട് പിന്നെ അങ്ങനെ നോക്കി. പിന്നെയെന്ന് പറയുമ്പം ഇവിടെ സെറ്റഫിലിൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം കാണുന്നുണ്ട്. അപ്പം ഡിഫറെൻറ്റ് സ്കിൻ ടൈപ്പിനുള്ള യെല്ലോ അല്ല ഗ്രീനും ബ്ലൂ ക്യാപ്പെല്ലാം വരുന്നത്. അപ്പോൾ അതൊക്കെ പ്രോഡക്റ്റ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ബോഡി ലോഷൻ നോക്കുന്നതുകൊണ്ട് പിന്നെ ഹിമാലയൻ്റെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെടുത്തിട്ടില്ല. പിന്നെ അവരോട് ഞാൻ ഈ ഒരു SPF വരുന്ന ബോഡി ലോഷൻ ചോദിച്ച സമയത്ത് ഒന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആ ഒറ്റൊരു പ്രോഡക്റ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ബോഡി ലോഷൻ്റെ SPF വരുന്നത്. അപ്പോൾ അത് വാസ്ലിൻ്റെതായിരുന്നു. മാത്രമല്ല അത് കുറച്ചൊരു വലിയ പാക്കിങ്ങാണ്, 400 ml അങ്ങനെ എന്തോ വലിയ പാക്കിങ്ങാണ് വരുന്നത്. ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്തതുകൊണ്ടോ എനിക്കത് വാങ്ങിക്കാൻ ഒരു ഇത്. അപ്പം അത് എനിക്ക് തോന്നുന്നു 15 അല്ലെങ്കിൽ 30 SPF വരുന്ന അങ്ങനെ എന്തോ ഒന്നാണ് ഉണ്ടായിരുന്നത്. അപ്പം അവിടെ അതിൻ്റെ തന്നെ വേറെ കുറേ വാരിയൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയ പാക്കും ഉണ്ട്. അപ്പോൾ ഞാൻ ചെറിയ പാക്ക് കാണിച്ച് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു അത് നോർമലി ഉള്ളത് SPF ഇല്ലാത്ത ബോഡി ലോഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരെണ്ണ അവിടെ SPF ഉള്ളതുള്ളൂ. ഞങ്ങൾക്ക് വലുതായിക്കൊണ്ട് എനിക്ക് വേണ്ടാന്നുള്ളിൽ നിന്നപ്പോൾ അവർ വന്ന് ഓഫറിലൊരു ബോഡി ലോഷൻ ഉണ്ട്, പക്ഷേ SPF ഇല്ലാത്തതാണ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജസ്റ്റ് ചെയ്താലും അത് നോക്കാൻ വിചാരിച്ചിട്ട് പിന്നെ അത് നോക്കുക ചെയ്തത്. അതെന്തോ സോഫ്റ്റൻസ് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ ബ്രാൻഡ് വരുന്നത്. പിന്നെ അത് നോക്കി അതിൻ്റെ സ്മെല്ല് ഏകദേശം വരുന്നത് ഒരു ഡവ് സോപ്പിൻ്റെ ആ ഒരു സ്മെല്ലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്കത് വലിയ കുഴപ്പം തോന്നാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചെയ്താലും അത് എടുക്കുക. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഈ ഒരു ബ്രാൻഡ്. അപ്പം ഏതായാലും അത് ഒന്ന് ട്രൈ ചെയ്യാൻ ജസ്റ്റ് അത് എടുക്കുക ചെയ്തത്. പിന്നെ എന്ന് പറയുമ്പോൾ ജോവീസിൻ്റെ ഓൾറെഡി എനിക്ക് ആ സ്മെല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഇഷ്ടമായില്ല. അപ്പോൾ ഒരു മടുപ്പാവും ഒരു സെയിം സാധനം തന്നെ ഒരുപാട് കാലം യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെയ്താലും ഒരു വെറൈറ്റി ആവുമല്ലോ എന്ന് ജസ്റ്റ് ഈ ഒരു ജോവീസിൻ്റെ തന്നെ എടുക്കാമെന്ന് പറഞ്ഞ് പിന്നെ അത് എടുക്കുക ചെയ്തത്. ഞാനിങ്ങനെ വരുമ്പോൾ മൈസു ഹാസി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മുട്ടായി വാങ്ങണേ വരുമ്പോൾ എന്നുള്ളത്. അപ്പം ഞാനങ്ങനെ അവർക്ക് മുട്ടായി എടുക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പം ഈ ഒരു ചോക്ലേറ്റ് അവിടെ കണ്ട്. അപ്പം ഇത് എന്തോ പീനട്ടാണ് അങ്ങനെ എന്തോ അതിൻ്റെ ഒരു ഫ്ലേവറാണ് ആ ഒരു വേരിയൻറ്റ് വരുന്നത്. ഡിഫറെൻറ്റ് വേരിയൻസ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇത് ഏതാണ് ബ്രാൻഡ് എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഞാൻ അവർക്കും പിന്നെ എനിക്കും എല്ലാവർക്കും കൂടിയിട്ട് കിറ്റ്കാറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ചെറിയ പാക്കിൽ വരുന്ന ആ ഒരു കിറ്റ്കാറ്റ് എടുത്ത്. പിന്നെ ഐസു ഹാസി എന്ന് പറയുന്നത് എൻ്റെ അനിയന്മാരാണ്. അവർ ട്വിൻസാണ്. ഇപ്പം ഇനി ഈ ഒരു ഇയറിൽ അവർ LKGയിലേക്ക് ചേരും ആ ഒരു രീതിയിൽ. പിന്നെയെന്ന് പറയുന്നത് ഞാൻ മുന്നേ ഉള്ള ഒരു മാരേജ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹംദു എൻ്റെ അനിയനാണ്. അതുപോലെ തന്നെ പിന്നെ എനിക്ക് ഉള്ളത് ഒരു ഇത്താത്തയും, അതായത് ഞാൻ ഇഫ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പം ഇഫൻ്റെ മോളാണ് ജെയ്യു എന്ന് പറഞ്ഞിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായി, ജെയ്വ. അപ്പം അങ്ങനെ. പിന്നെയെന്ന് പറയുമ്പം ഞാൻ വാങ്ങിക്കാൻ പോയത് കുറച്ച് നട്ട്സ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം അവരെനിക്ക് ഫസ്റ്റായിട്ട് കാണിച്ചത് മിക്സ്ഡ് നട്ട്സ്. ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട, സെപ്പറേറ്റ് ആയിട്ടുള്ളത് മതി എന്ന് പറഞ്ഞു. അപ്പം സെപ്പറേറ്റ് ആയിട്ടുള്ള പിന്നെ എനിക്ക് ഓർമ്മ വന്നത് ഗ്രീൻസിൽ തന്നെ ഈ ലൂസായിട്ട് നട്ട്സ് എത്ര നമുക്ക് വേണം അതിനനുസരിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുണ്ടല്ലോ. അപ്പം അങ്ങനെ വാങ്ങിക്കാൻ വെച്ചാൽ അവിടെ നിന്ന് എടുത്തിട്ടില്ല. പിന്നെ ഹണി നോക്കി. ഹണിയിൽ എനിക്കങ്ങനെ ഏതാ നല്ലത് നോക്കിയിട്ട് എടുക്കാനൊന്നും അറിയില്ല. പിന്നെ അവിടെ കണ്ടതിൽ ഏറ്റവും ഫസ്റ്റ് ഞാൻ ഇതാണ് എടുത്തിട്ടുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞതെന്തോ നല്ലതാണ്, എന്തോ അഗ്രികൾച്ചർ ബേസ്ഡ് അങ്ങനെ എന്തോ ഒരു നല്ലൊരു സാധനമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ വെച്ചാൽ അതിനെ എടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ എടുത്ത്. പിന്നെ ചിയാ സീഡ്സ് നോക്കിയിട്ടുണ്ട് അതിന്. അപ്പോൾ ചിയാ സീഡ്സ് ഇതൊരു വലിയ 100 ഗ്രാം 200 ഗ്രാം അങ്ങനെ എന്തോ പാക്കാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് അത്രയും വേണ്ട, എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളതുകൊണ്ട് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു മോളെ ഇത് അത്രപ്പാടൊന്നും ഉണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവും എന്നിട്ട് അവരെനിക്ക് കാണിച്ചു തരും മൊത്തം എയറാണ് അതിലുള്ളത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ ഞാൻ അതും എടുത്ത് അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ടായാലും വാങ്ങിയത്. പിന്നെ ഞാൻ ഗ്രീൻ ടീ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഗ്രീൻ ടീ എനിക്ക് ബാഗ്സ് തന്നെ വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട്. അപ്പോൾ ഓർഗാനിക് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിനെ എനിക്ക് കാണിച്ചു തന്നു. പക്ഷേ എനിക്ക് ഈ ഒരു ബ്രാൻഡൊന്നും അറിയില്ല അങ്ങനെ. പിന്നെ കൂടുതൽ നമുക്ക് അറിയുന്നത് ലിപ്ടൺ അറിയാമല്ലോ. അപ്പോൾ അവിടെ ലിപ്ടൺ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുക. അപ്പോൾ ലിപ്ടണിൽ തന്നെ ഒരുപാട് വേരിയൻസ് അവിടെ കണ്ടിന്, അങ്ങനെ ഹണി അങ്ങനെ എന്തെല്ലാം. അപ്പോൾ ഞാൻ ഹണി ആൻഡ് ലെമൺ വരുന്നതാണ് എടുത്തിട്ടുണ്ടായത്. പിന്നെ ഒരു പീനട്ട് ബട്ടർ ചെറിയൊരു പാക്കിങ് ആയിരുന്നു. അപ്പോൾ ഇതിൽ ബ്ലൂവും റെഡും ആണ് ഉണ്ടായത്. റെഡ് എന്ന് പറയുന്നത് ക്രീമിയും
ബ്ലൂ ക്രഞ്ചി, അതായത് ആ ഒരു കടിക്കാനെല്ലാം കിട്ടുന്ന സംഭവമില്ല. അപ്പം ഞാൻ ആ ബ്ലൂ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ യോഗേർട്സ് നോക്കി. യോഗേർട്സ് എന്ന് പറയുമ്പം ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അവർക്ക് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ റീൽസിലായാലും ഷോർട്സിലായാലും ഇത് ഇടയ്ക്ക് കാണുമ്പം ഒരാഗ്രഹം ഉണ്ടാവും. അപ്പം അങ്ങനെ വാങ്ങിയതാണ്. ഞാനൊരു 4 ഇതിൽ, ഒന്ന് പ്ലെയിനും 3 ഫ്ലേവേഴ്സും എടുത്തിട്ടുണ്ടായിന്. മാംഗോ, സ്ട്രോബെറിയും ബ്ലൂബെറിയും എടുത്തിട്ടുണ്ടായി. പിന്നെ ഇതുപോലെ കുറച്ച് പനീർ, അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ടായി. അതെല്ലാം എടുക്കുക ചെയ്ത്. പിന്നെ ഇവിടെ ഒരുപാട് ജ്യൂസെല്ലാം ഉണ്ടായിന്. അപ്പോൾ ഞാൻ അതെല്ലാം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. ഈ ഒരു ജ്യൂസിൽ അതിൻ്റെ ഉള്ളിലൊരു ഒരു എന്താ ജെല്ലി പോലെയുള്ള എന്തോ ഒരു സംഭവം ഉണ്ട്. അപ്പം ഞാൻ അതൊന്നും വാങ്ങിയിട്ടില്ല, വെറുതെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. പിന്നെ ഈ ഒരു സോസേജ് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അവിടെ ആ ഒരു ഇതിൽ മൊത്തം ഇങ്ങനെ കുറേ നഗറ്റ്സും പിന്നെ ഈ ബർഗർ പാറ്റീസ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടായത്. അപ്പോൾ അതെല്ലാം എന്താ നമുക്ക് റെഡി ടു യൂസ്, ആ ഒരു രീതിയിലുള്ള നമുക്ക് ഫ്രൈ ചെയ്ത് വേഗം യൂസ് ചെയ്യാം, അങ്ങനത്തെ രീതിയിലുള്ളത് കുറേ ഉണ്ടായിന്. പിന്നെ ഞാൻ ഈ സോസേജ് നോക്കിയത് എനിക്ക് പ്ലെയിൻ ആയിട്ടുള്ളതേനു വേണ്ടത്. അപ്പോൾ അവിടെ ഒരുപാട് നോക്കിയപ്പം കൂടുതലും ഈ ഒരു പെപ്പർ ഉള്ളത്, അങ്ങനെ എന്തെങ്കിലും അതിൽ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അവർ കുറേ എനിക്ക് നോക്കി പയ്യെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ നട്ട്സ് ലൂസായിട്ട് ഇവിടുന്ന് എടുക്കാന്നുള്ളത്. അപ്പോൾ ഞാനത് ഒരു നമ്മൾ ക്യാഷ് ഇതാക്കണ്ടായില്ല, എന്താ ബില്ല് ചെയ്യേണ്ട ആ ഒരു പ്ലേസിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് തന്നെയാണ് ഈ ഒരു ഇത് വരുന്നത്. അപ്പോൾ അവിടുന്ന് ഞാൻ ആദ്യം ക്യാഷ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുക്കാൻ വിചാരിച്ചത്. പിന്നെ അവിടെ മിക്സ്ഡ് വേണ്ടപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് മിക്സ്ഡ് മതി. പക്ഷെ അപ്പുറത്തുനിന്ന് ഞാൻ എനിക്ക് മിക്സ്ഡ് വേണ്ട, വേറെ മതി എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടുന്ന് മിക്സ്ഡ് എടുത്തേ. പിന്നെ അവിടുന്ന് കുറച്ച് നട്ട്സും എടുത്ത് അങ്ങനെ ബില്ല് ചെയ്യാം. പിന്നെ അങ്ങനെ ബില്ലെല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലേക്ക് പോവുക ചെയ്ത്. അപ്പം ഞാൻ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്ത് പിന്നെ അങ്ങനെ വീട്ടിലേക്ക് പോയത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. മറ്റേ ആ ഒരു വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം കേട്ടോ. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇത് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇങ്ങനെയുള്ള വ്ളോഗും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്തിട്ട് അത് അറിയിക്കുക. പിന്നെ എന്തെങ്കിലും ചേഞ്ചസ്, ഞാനെപ്പം പറയുന്ന പോലെ തന്നെയാണ്, എന്നാലും എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിലും കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. പിന്നെ ഇനി എങ്ങനെയുള്ള വീഡിയോസ് വേണം എന്നുള്ളതും ഹെന്ന ബേസും അതുപോലെ ഹാൻഡ് മെയ്ഡ്സ് ആയിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് അത് ബേസ്ഡ് ആയാലും എന്താണ് വേണ്ടത് എന്നുള്ളതും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.